ലെറ്റ്യൂസിൻ്റെ സീഡ്സ് പറിക്കാൻ പോവുകയാണേ. അപ്പോൾ ലെറ്റ്യൂസിൻ്റെ സീഡ്സ് ഇതുപോലെ കൊല കൊലയായിട്ടാണ് കേട്ടോ ഉണ്ടാവുന്നത്. അതിനകത്തുനിന്ന് അതിൻ്റെ ഒരു കുഞ്ഞു പൂവ് എടുത്തിട്ട് നമ്മളത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുണ്ടോ ഇതിനകത്തുനിന്ന് തന്നെ എത്ര വിത്ത് ഉണ്ടാവുന്നുണ്ടെന്നറിയോ. അപ്പോൾ അതിൻ്റെ അഞ്ചും ആറും വിത്തുകളൊക്കെ അതിനകത്ത് അത് കൂടുതലും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞെരടി ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീഡ്സ് എല്ലാം ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇത് സമയത്തിന് അതിൻ്റെ വിത്തുകൾ നമ്മൾ കളക്ട് ചെയ്യണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ കാറ്റൊക്കെ വരുമ്പം അതിനകത്ത് കാറ്റിൽ ഇത് പറന്ന് മറ്റു സ്ഥലത്തേക്ക് പോകും, നിലത്ത് വീണ് പൊട്ടിയൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാനിത് കളക്ട് ചെയ്യണേ. അപ്പോൾ ഇനിയിപ്പം ചൂടുകാലം ഭയങ്കര ചൂടാണല്ലോ വരുന്നത്, ചൂട് കാറ്റും ചൂടും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കളക്ട് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് പറന്നു പോകും. കഴിഞ്ഞ വർഷം ഒരു ചെടി നമ്മൾ ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ വിത്ത് ഞങ്ങൾ കളക്ട് ചെയ്ത്, കാരണം ഞാൻ സാധാരണ ലെറ്റ്യൂസൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒടിച്ചല്ലേ എടുക്കണം. ഞാൻ അങ്ങനെ എടുത്തില്ല, അതിൻ്റെ പകരം അടിയിൽ നിന്ന് ഇലകൾ ഞുള്ളി എടുത്തു പോന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് മുന്നോട്ടിങ്ങനെ വളർന്നു വന്നതുകൊണ്ട് അതിൻ്റെ സീഡ്സ് കളക്ട് ചെയ്യാൻ പറ്റി. അതിൻ്റെ കൂമ്പ് ഒടിച്ചെടുക്കാതിരുന്നാൽ മതി. അന്നേരം നമുക്ക് ഇതുപോലെ ഇഷ്ടം പോലെ വിത്തുകൾ നമുക്ക് അതിനകത്ത് നിന്ന് കളക്ട് ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ലെറ്റ്യൂസ് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കാം. കടകളിൽ നിന്ന് മേടിക്കുന്ന ലെറ്റ്യൂസ് ആണെങ്കിൽ അതിനേക്കഴിഞ്ഞും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, ചെറിയൊരു കയ്പ്പ് വരുന്നത് പോലെ തോന്നും. പക്ഷേങ്കിൽ സാലഡിനകത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങ് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. കാരണം കടകളിൽ നിന്ന് മേടിക്കുമ്പം അതിനകത്ത് വെള്ളവും വളവും ഒക്കെ കൂടുതലായിട്ട് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് ഇത്രയും സീഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയും പൊട്ടിക്കാനുണ്ട്, എങ്കിലും ഇത്രയും ഉണ്ട് ആവശ്യം.